ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് മാങ്ങാപ്പഴം കൊണ്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം ചേരുവകളൊന്നും ആവശ്യമില്ലാത്ത നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മാംഗോ മസ്താനിയാണ്. ഇതൊരു ഹൈദരാബാദി സ്പെഷ്യലാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മാംഗോ മസ്താനി എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ആദ്യമായി കുറച്ച് ചൗവരി എടുത്തിട്ടുണ്ട്. അരക്കപ്പ് ചൗവരി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലതുപോലെ കുതിർന്ന് വരാൻ വേണ്ടി നമുക്ക് വെച്ച് കൊടുക്കാം. രാത്രിയിൽ വെള്ളം ഒഴിച്ചിടുക. രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ കുതിർന്ന് കിട്ടും. ഇനി ആവശ്യമുള്ളത് നല്ല ഒരു മാങ്ങയാണ്. നല്ലപോലെ പഴുത്ത നല്ല മധുരമുള്ള നല്ലൊരു മാങ്ങ വേണം. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. എല്ലാവരുടെ അടുത്തും മാങ്ങ ഉള്ള സമയമാണ്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര വേണം. ഒരു ചെറിയ കപ്പ് പാല്, ഒരു ഏലക്ക ചതച്ചെടുത്തത്. അപ്പോൾ നമ്മളുടെ ചൗവരി നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തെ വെള്ളം നമുക്ക് കുറച്ച് കളഞ്ഞതിന് ശേഷം എടുക്കണം. മാങ്ങാപ്പഴം തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടെടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ചേർക്കാതെ അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ചൗവരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇത് നല്ലപോലെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പാൽ ചേർത്ത് കൊടുത്തു. ഇനി ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൈവിടാതെ ഇളക്കണം. ഒരു കാരണവശാലും ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ പോകരുത്. നമ്മളവിടെ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ വെള്ളം പറ്റി കുറുകി വരണം. നമുക്ക് പഞ്ചസാര കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ലതുപോലെ വെന്ത് വരണം. ഇപ്പം വെള്ളം പറ്റി ഒരുവിധം കുറുങ്ങി വന്നിട്ടുണ്ട്. ചവരി ഒരുപാട് വെന്ത് പോകരുത്. ചെറിയ ബോൾ പോലെ തന്നെ നമുക്ക് കിട്ടണം. നമ്മുടെ ഏലക്ക എടുത്ത് വെച്ചതും കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ നമ്മൾ അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഏലക്ക ചേർത്തു, നല്ലതുപോലെ ഇളക്കി കൊടുത്തു. വെള്ളം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം മാങ്ങാപ്പഴം അടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ചൂട് പോയിട്ട് ഒന്ന് തണുത്ത് കിട്ടണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂട് പോയിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഒരു ബൗളിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് മാങ്ങാപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയത് വേണം. അതുകൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മാങ്ങാപ്പഴം കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തണുപ്പിച്ച് നമുക്ക് എടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തു. കുറച്ചുകൂടെ ഒന്ന് കട്ടയായിട്ടുണ്ട്.
വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മാങ്ങാപ്പഴമുള്ളവർ ഈ മാംഗോ മസ്താനി ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.